എന്താ നമ്മളെ ഐറ്റത്തിന്റെ പേര്? തേങ്ങ എല്ലാ പുട്ടിലും ഉണ്ടാവും, പക്ഷെ ഇത് തേങ്ങ പാൽ പുട്ടാണ്. ഈ പുട്ടന്നെ പല മോഡലിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഉണ്ടാക്കുക. അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ, നമ്മുടെ ചാനലിൽ ഒരുപാട് യാത്രകളൊക്കെ ഉണ്ട്, അതൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട് നമ്മുടെ ചാനലില്, അതൊക്കെ നിങ്ങൾ കാണുക അല്ലേ. ഇത് നല്ല കട്ടിയുള്ള 1.5 ഗ്ലാസ് തേങ്ങാപ്പാലാണ്. 1.5 ഗ്ലാസ്സാണ് 250 മില്ലിൻ്റെ. അതിലേക്ക് തന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ച് ആദ്യം ഫസ്റ്റ് ഇത് ശരിയാക്കി വെക്കണം, പാല്, തേങ്ങാപ്പാൽ. ഇനി ഞാനൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 ഗ്ലാസ് പുട്ടുപൊടി, വറുത്ത പുട്ടുപൊടി, അത് 250 മില്ലിൻ്റെ ഗ്ലാസ്സാണ്. ഇതിലേക്ക് 1.5 ഗ്ലാസ്സാണ് വെള്ളം ഞാൻ ഈ തേങ്ങാപ്പാൽ വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം 1 ഗ്ലാസ് പറന്നിട്ട് അത് ഓരോ പുട്ടുപൊടിയും ഓരോ മോഡലായിരിക്കും. ഇതുപോലെ ഇങ്ങനെ കംപ്ലീറ്റ് മിക്സ് ചെയ്യുക. അത്യാവശ്യം നല്ല നനവുണ്ടായിരിക്കണം. ഇത് നമ്മൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഇത് നമ്മൾ ഉണ്ടാക്കുക. അപ്പോഴത്തേക്ക് ഏകദേശം റെഡിയാവും. ബാക്കിയിൽ 1/2 ഗ്ലാസ് പാലാണിത്. കുറച്ച് ഒഴിച്ചിട്ട് വീണ്ടും ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഫുള്ളാക്കിയിട്ടുണ്ട്. അത് ഓരോ പൊടിക്കനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ നനവ് എങ്ങനെ അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കൈമൽ കംപ്ലീറ്റ് ആക്കിയിട്ട് ഒന്ന് അമർത്തി പിടിച്ചാൽ മതി. അപ്പോൾ നമുക്കറിയാൻ കഴിയും. ഇതേപോലെ അങ്ങനെ ഒരു ഉറച്ച് നിൽക്കും. ഇത് അടച്ചു വെക്കുകയാണ്. ഇനിയൊരു 15 മിനിറ്റ് ഞാൻ തുറക്കും. ഇതിലാണ് ഞാൻ ഈ പുട്ടുകളൊക്കെ ഉണ്ടാക്കൽ. ഈ പഴയ അലൂമിനിയ കുക്കറാണ്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് വലിയ പുട്ടും കുറ്റി വെച്ചിട്ട് അങ്ങനെ ചെയ്യും. അതേപോലെ അങ്ങനത്തെ ചെറുതുണ്ട്, മസാലപ്പുട്ടൊക്കെ ഉണ്ടാക്കാൻ ഇതാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ നമ്മൾ ആദിവാസികൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ചിരട്ടൻ്റെ സ്റ്റാൻഡ് ഉണ്ട്. ഇതേപോലെ ടോപ്പും അടപ്പും ഒക്കെ ചിരട്ടയാണ്, ഇതിലുണ്ടാക്കാറുണ്ട്. ഇതൊക്കെ കുക്കറിൻ്റെ അടിയിൽ തന്നെ വെക്കാം. ഏറ്റവും ടോപ്പ് ഇതിൽ വെച്ച് കൊടുത്താൽ മതി. ഇതിൽ ഞാൻ പാചകം ചെയ്യാറില്ല കുക്കറിൽ. ഇങ്ങനത്തെ വെള്ളം തിളപ്പിക്കുന്നൊക്കെ പരിപാടി ചെയ്യാറുള്ളത്. ഇപ്പം നമ്മളെ പുട്ടുപൊടി ശരിയാക്കുന്ന ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിലിങ്ങനെ ഒരു കട്ടയൊക്കെ ഉണ്ടാകും, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ ഇത് നിറക്കാൻ പോവാണ്. 2-3 തരത്തിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ കാണാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും തേങ്ങയും കൂട്ടി മിക്സ് ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് വേറെ കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. ക്യാരറ്റും തേങ്ങയും ഒന്ന് വാട്ടിയിട്ട് ഇതിൽ കിട്ടാൽ മതി. ഇപ്പം നനവൊക്കെ ക്ലിയറാണ്. നനവില്ലാതിരിക്കരുത്. നനവില്ലാതിരുന്നാൽ ഇത് വേവില്ല. ഇത് വേറൊരു അലൂമിനിയ പാത്രമാണ്. ഇങ്ങനത്തെ ഒരു പഴയ അലൂമിനിയ പാത്രത്തിൽ ഞാൻ ഇതേപോലെ ഹോൾസുള്ള ഒരു ഇത് വെച്ചിട്ട്, ഇതിൻ്റെ ശരിക്കും പാത്രം സ്റ്റീൽ ചെയ്യുന്നത് പൊട്ടിപ്പോയതായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ പുട്ടിടാനും ഇങ്ങനെ ആവിയിൽ എന്തെങ്കിലും വെക്കാനൊക്കെ ഉള്ള സംഭവത്തിന് ഉപയോഗിക്കുക. ഇതിപ്പോൾ ഞാൻ പൊട്ടുന്ന ഗ്ലാസ്സാണ്. സ്റ്റീൽ ഗ്ലാസ് വേറെ ഉണ്ട്. ഇനി ഇതിലാണ് ആദ്യം ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് ആദ്യം തേങ്ങ ഇട്ടിട്ട് ഇത് ജാമാക്കരുത്. ഇങ്ങനെ ഒരു ലൂസുള്ള മോഡലായിരിക്കണം ഇത് നടക്കാണ്ട്. ഇതേപോലെ ജസ്റ്റ് എന്നിട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് ഏറ്റവും ടോപ്പിൽ ഇതുപോലെ തേങ്ങ വെക്കുക. ഇങ്ങനെ ഗ്ലാസ്സിലുണ്ടാക്കുക. എനിക്ക് ഈ ഗ്ലാസ്സിലത്തെ അത്ര ഇഷ്ടമല്ല. എനിക്ക് മറ്റേ പുട്ടാണ് കൂടുതൽ ഇഷ്ടമുള്ളത്. ഇതെങ്ങനെ വെക്കുകയെന്ന് വെച്ചാൽ ഇതേപോലെ ടോപ്പാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ വെക്കുന്ന ആവിപാത്രം ഇതിൻ്റെ മുകളിലേക്ക് കമഴ്ത്തി വെക്കുക ഇതുപോലെ. എന്നിട്ട് നേരെ തിരിച്ചാണ്ട് പിടിക്കുക. അപ്പോൾ ഇവിടുത്തെ ടോപ്പ് മറ്റേലേക്ക് അടിയായി വരും. ഇതേപോലെ ഇനി ഇത് ആവിയിലൊരു 5 മിനിറ്റിൻ്റെയും 10 മിനിറ്റിൻ്റെ ഇടയ്ക്ക് വേവിക്കുക. ഇപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കണം. ഇതിൽ 10 മിനിറ്റ് എന്തായാലും പിടിക്കും. ഇതിന് മറ്റേനെ പോലെയല്ല, അതിന് പെട്ടെന്ന് വെന്ത് കിട്ടൂല അത്. ഇനി ഈ കുറ്റിയിൽ ഉണ്ടാക്കുകയാണ്. ഇത് ഞാനൊരു പുട്ടും കുറ്റിയിൽ 4 പീസായിട്ടാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ 1 പീസാക്കിയിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ടുണ്ടെങ്കിൽ 1 പീസാവും. ഇപ്പോൾ രണ്ടാമത്തെ ആയിട്ടുണ്ട്. ഈ പഴയ കുക്കർ ഉണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ സംഭവത്തിന് ഉപയോഗിച്ചാൽ മതി. പഴയ അലൂമിനിയം കുക്കറിലൊന്നും അധികം പാചകം ചെയ്യരുത്. ഞാൻ ടോപ്പിടും തേങ്ങ ഇട്ടിട്ട് ഇത് ഞാൻ ആവിയിൽ വെക്കാൻ പോവാണ്. മറ്റേതവിടെ ആവിയിൽ പണി നടക്കുന്നുണ്ട്. ഇത് ചിരട്ടേൻ്റെ അതിലുള്ളതാണ്. ഈ ചിരട്ടൻ്റെ പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് ഇതിലുണ്ടാകുക. ഇത് മസാലപ്പുട്ടുകളും ഒക്കെ ഉണ്ടാക്കാനാണ് ഇതിന്. ഞാൻ മുമ്പൊരു മസാലപ്പുട്ട് ഉണ്ടാക്കിയ വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ വിടുന്നത്. ഇത് സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഞാൻ വെക്കുന്നത്. കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊരു സ്റ്റീൽ ഗ്ലാസ്സിൽ വെക്കുന്നത്. ഇനി പൊട്ടുന്ന ഗ്ലാസ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റീൽ ഗ്ലാസ്സിൽ വെച്ചാലും മതി. ഇതൊക്കെ ആവിയിലാണ് വേവുന്നത്. ആവിയിൽ വേവുന്ന ഫുഡിന് നല്ലതാണ് ശരീരത്തിന്. ഇപ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ വെച്ചൊന്ന് റെഡി ആയിട്ടുണ്ട്. അതിന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അത് തിരിച്ചെടുക്കുന്ന സിസ്റ്റം കാണാം. അതേപോലെ വെച്ചിട്ട് അടപ്പിങ്ങനെ വെക്കുക. എന്നിട്ട് കമഴ്ത്തിടുക. അപ്പോൾ
ടോപ്പ് ഭാഗം ഇങ്ങനെ ടോപ്പിലേക്ക് വന്ന് നിൽക്കും. ഇതുപോലെ ഇതിങ്ങനെ തന്നെ വേണേൽ സേവ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ഇതിനങ്ങനെ കമഴ്ത്തിയിട്ട് അങ്ങനെയും കൊടുക്കുക. അതേപോലെ പ്ലേറ്റിൽ വെച്ചിട്ട് പ്ലേറ്റ് കമഴ്ത്തി പിടിക്കുക, വെക്കുക, തിരിക്കുക, ഇതേപോലെ വെക്കുക. ഇങ്ങനെയും സേവ് ചെയ്യുക. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. തേങ്ങാപ്പാൽ പുട്ട്, ഇത് ചിരട്ടപ്പുട്ട് ഇതുപോലെ ആക്കുക. ഇത് നമ്മുടെ സാധാ സ്റ്റീലിൻ്റെത്. ഇത് ചൂടാറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ചൂടാറാതെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.